വെറൈറ്റി ചിക്കനും ആയിട്ടാണ് ഇതാ വന്നത്. ചിക്കൻ ഉണ്ട്, അത് മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കനില് മുകളാണ് മുളക് പൊടി മുകളെന്ന് സവോളയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി. അപ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട് തീയ പറ ഇല്ല. അപ്പോൾ ഇത് അതിൻ്റെ ഇത്രയും ചതച്ചെടുക്കണം. ഈയാണിതാ ചെയ്യണത്. എന്തൊക്കെയുണ്ട് ഇതിൽ പറ. ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതിനടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച് ചതച്ചടക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ചതച്ചടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നീളത്തിൽ സവാള ഇട്ട് കൊടുക്കുക. നീളത്തിൽ ബ്രൗണിഷ് കളറായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ചിക്കൻ ഇതിൽ മിക്സ് ചെയ്യാം. നമ്മൾ 1 മണിക്കൂർ മുമ്പേ പുരട്ടി വെച്ചതാണ്. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഉള്ളി ഉള്ളതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ചാൽ നമുക്ക് നോക്കാം വേവുന്നു. ഇതും ഫസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതാ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഇനി അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ആ ലുക്ക് വരുന്നത്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന് സെപ്പറേറ്റ് ഉള്ളിക്കൊന്നും പൊടികളൊന്നും ഇടണില്ല. അതുകൊണ്ട് ഈ ഇറച്ചിയുടെ ഉള്ളിൽ പിടിക്കാനും ഉള്ളിയുടെ ഉപ്പെല്ലാം കൂടെ ഇറച്ചിക്ക് പിടിക്കാനും കുറച്ചൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വയ്ക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമുക്ക് നോക്കാം. ഇത് ഒരു 20 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഇട്ടിട്ടുള്ളത് വലിയ ഹൈ ഇട്ടാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയി വന്നിട്ടുണ്ട്. നോക്കി നോക്കാം എന്താണ്. നല്ലോണം ഇതാ വറ്റി വന്നിട്ടുണ്ട്. എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഒരു 15 മിനിറ്റ്സ് കൊണ്ടൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇട്ട് കൊടുക്കാം. മുളക് കുറവായിരുന്നു. മുളക് ഇനി കുരുമുളക്, ഇത് മസാല, കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അധികം വെയിറ്റ് ചെയ്യുന്ന കാര്യമില്ല. ഇതാ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അരിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതാ വെള്ളം ഒഴിച്ചിട്ടില്ല. ഞാൻ ഒരു വെണ്ടയ്ക്ക വിഴുക്ക് വയ്ക്കുന്നുണ്ട്. വെണ്ടയ്ക്കതായി വന്നിട്ടുണ്ട് ഏകദേശം. ചിക്കനിൻ്റെ മസാല ഇട്ട് കൊടുത്ത് കുരുമുളക്, ഉപ്പ് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ ഈസിയായിട്ട് ഇട്ട് കഴിക്കാം. നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ അടച്ചു വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കണില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. ഇതെല്ലാം കൂടെ പൊടികളെല്ലാം കൂടെ കഷ്ണത്തിൽ മിക്സ് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ സൺഡേ ലഞ്ചിലെ റെസിപ്പീസ്. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അവസാനമായിട്ടുള്ള കരിവേപ്പില മല്ലിയിലയും കൂടെ ഇതാ വെച്ചിൽ ഓഫായി കുറച്ച് വെച്ചുമ്പോൾ ശരിക്കുള്ള ടേസ്റ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ എല്ലാം മല്ലിയിലയും കരിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. നമ്മൾ ചിക്കൻ പെറ്റായിട്ടുണ്ട് ഗായ്സ്. ഇത് നമുക്ക് തിന്നപ്പോ റെഡി. ഞങ്ങൾ ചിക്കനാണ് അങ്ങനത്തെ. നിങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടേനെ ഇഷ്ടപ്പെട്ടേനെ തിന്നെ കളിയെന്ന് ചെയ്യ കേട്ടാ. ആ ഓപ്പി ഇവിടെ
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയ വീഡിയോ